കെ അദ്വാനിക്ക്, മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്ക് ഭാരത് രത്ന പുരസ്കാരം നൽകുകയാണ് എന്നുള്ളതാണ്. അനൂപ് ദാസിന് ഡൽഹിയിൽ നിന്ന്. അനൂപ്, വിവരങ്ങൾ. LK അദ്വാനിക്ക് ഭാരത് രത്ന നൽകിക്കൊണ്ടുള്ള വിവരം നൽകുന്നു എന്ന വിവരം എക്സിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് 2 മിനിറ്റുകൾക്ക് മുൻപ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവാണ് LK അദ്വാനി. 1990 അദ്ദേഹം ആരംഭിച്ച രഥയാത്ര, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര മുന്നോട്ട് പോയി. അത് ബീഹാറിലെ സമസ്തിപൂരിലെത്തി അവിടെ നിന്ന് തടഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും അവിടെ നിന്നിങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാതലായ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ കാതലായ മാറ്റത്തിന് നേതൃത്വം നൽകിയെന്ന് BJP വിശ്വസിക്കുന്ന നേതാവാണ് LK അദ്വാനി. BJPയുടെ മുതിർന്ന നേതാവ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെയായി ഉയർന്നു വരാൻ സാധ്യതയുണ്ടായിരുന്ന നേതാവ്. ആ വലിയ നേതാവിന് ഉള്ള ആദരം എന്ന നിലയിലാണ് BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആദരം എന്ന നിലയിലായിരിക്കണം ഇപ്പോൾ ഭാരത് രത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. വലിയ പ്രഖ്യാപനം. ഇതിനു മുൻപ് ഇപ്പോൾ LK അദ്വാനിയുടെ പേര് നമ്മൾ ഉയർന്നു കേട്ടത് ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതിലേക്ക് അദ്വാനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം. അന്നും അദ്വാനിയുടെ പേരുകൾ കേട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അയോധ്യ ചർച്ചയിൽ തന്നെ നിർത്തുകയാണ് BJP. അതെ, ഹിന്ദുത്വയുടെ ആദ്യ പ്രയോക്താവാണ് LK അദ്വാനി എന്ന് തന്നെ നമുക്ക് പറയാം. അയോധ്യ വിഷയം തന്നെയാണ് 1980കളുടെ തുടക്കത്തിൽ BJP രൂപീകരിക്കുന്നു. ആദ്യ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വെറും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP, എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് എന്ത് അജണ്ട വെച്ച് മുന്നോട്ട് പോകണമെന്ന BJPയുടെ നിശ്ചയം, ആ അജണ്ട പ്രധാനമായും രാജ്യത്തെ ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കുക എന്നത് തന്നെയായിരുന്നു. നേരത്തെ മുതൽ തന്നെ RSS, അതേസമയം ഹിന്ദു മഹാസഭ ഒക്കെ തന്നെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. അത് ബാബരി മസ്ജിദ്, ഒപ്പം തന്നെ ബാബരി മസ്ജിദ് നിന്ന ഇടത്ത് അത് അവിടെ പള്ളിയല്ല, നേരത്തെ ക്ഷേത്രമായിരുന്നു ഉള്ളത്, അവിടെ ഞങ്ങൾ ക്ഷേത്രം പണിയും എന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് 80കളിൽ BJP പയറ്റിയ രാഷ്ട്രീയം. ആ പയറ്റിയ രാഷ്ട്രീയം ആദ്യഘട്ടത്തിൽ വിജയം കണ്ടില്ല എങ്കിലും പിന്നീട് അത് അതിശക്തമായി നേതൃത്വം വാജ്പേയിയിൽ നിന്ന് LK അദ്വാനി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അവിടെ നിന്നിങ്ങോട്ട് 90കളുടെ തുടക്കത്തിൽ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യ വരെ വലിയ ഒരു രഥയാത്ര നടത്തുകയാണ് അദ്വാനി ചെയ്യുന്നത്. ആ രഥയാത്ര എന്ന് പറയുന്നത് കടന്നു വന്ന വഴികളിലൊക്കെ വലിയ തരത്തിലുള്ള ചലനം സൃഷ്ടിച്ചു. പലയിടത്തും കലാപങ്ങൾ ഉണ്ടായി. അത് പിന്നീട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ കടന്നു വന്ന സമയത്താണ് ബീഹാറിൽ വെച്ച്, സമസ്തിപൂരിൽ വെച്ച് അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നു അദ്വാനി. എന്നാൽ അതിനുശേഷവും കർസേവകർ അയോധ്യയിലേക്ക് എത്തുന്നു. അത് ആദ്യ കർസേവ, പിന്നീട് രണ്ടാമത് കർസേവ, പിന്നീട് അതിനുശേഷം ബാബരി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിനെല്ലാം ബാബരി മസ്ജിദ് പൊളിക്കുന്ന ദിവസം ഉൾപ്പെടെ അദ്വാനി അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങോട്ടും BJPയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവാണ് അദ്വാനി. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പണി